ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോ ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് എങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യമായിട്ട് ഗൂഗിളിൽ പോയി ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് എന്ന പ്രോസസ്സാണുള്ളത്. അവിടെ നമ്മൾ എന്താണോ ചാനലിന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടെക്നോ ടച്ച് എന്നാണ് പേര് കൊടുക്കുന്നത്. ടെക്നോ ടച്ച് മലയാളം എന്ന പേരിലാണ് ഞാനിതിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ട ഒരു ബോക്സ് ഉണ്ട്. അതിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതിന് താഴെ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ കൊടുക്കണം. അതിൽ ഇംഗ്ലീഷ് ആൽഫബറ്റും അതുപോലെ നമ്പേഴ്സും ഉൾപ്പെടുത്താവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ പ്രൊട്ടക്ഷൻ തോന്നുന്നത് ആ രീതിയിൽ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുവാനുള്ള കോളമുണ്ട്. അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ ജെൻഡർ കൊടുക്കുക. അതിനുശേഷം സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കാരണം പിന്നീടൊരു എറർ വന്നാൽ പിന്നീട് മാറ്റുവാൻ ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഒരു അക്കൗണ്ട് തന്നെ ഇതാക്കിയെടുക്കുവാൻ സാധിക്കും. അതിനുശേഷം സൈൻ അപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മുടെ മെയിലിലേക്ക്, നമ്മൾ നേരത്തെ കൊടുത്ത മെയിലിലേക്ക് ഒരു OTP കോഡ് വന്നിട്ടുണ്ടാകും. ആ OTP നമ്പർ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ മെയിലിലേക്ക് വന്ന OTP നമ്പർ ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അത് കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ആഡ് പിക്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതാണ്. അതിൽ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ടാഗ് ചെയ്യുവാനുള്ള ഓപ്ഷനുമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ ടാഗ് ചെയ്യാം. അതുപോലെ ഓരോരുത്തരുടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. പുതിയതായിട്ടൊരു അക്കൗണ്ട് തുറക്കുമ്പോൾ അതിൽ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നീട് ആക്കിയെടുക്കാവുന്നതാണ്. ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കണ്ടെത്താനാവും ഇവിടെ. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കവർ പിക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഒരു പിക്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കവർ പിക്കായിട്ട് ആ പിക്ക് തന്നെയാണ് ആദ്യം കൊടുക്കുന്നത്. അതിനായിട്ട് പ്രൊഫൈൽ പിക്കിൻ്റെ മുകളിലുള്ള കവർ പിക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. അവിടെ വെച്ച് നിങ്ങൾക്ക് ഏത് പിക്ചറാണോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ പിക്ചർ അതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നേരത്തെ കൊടുത്ത അതേ ലോഗോ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വേറെ പിക്ചറൊന്നും ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കൊടുത്തതിന് ശേഷം അത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുത്താൽ ആ പിക്ക് അവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും.
അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോട്ടോയും അതുപോലെ വീഡിയോസും എല്ലാം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിനായി ഫോട്ടോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ സ്റ്റോറി ആയിട്ട് കൂടി വരുന്നതായിരിക്കും. അതിൻ്റെ മുകളിൽ ക്യാപ്ഷൻ കൊടുക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും കൊടുക്കാം, അതുപോലെ ലിങ്ക്സ് ആഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതിനുശേഷം ടാഗ് ഫ്രണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിടുന്ന പോസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഈ അക്കൗണ്ടിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതിന് ഞാൻ ആർക്കും ടാഗൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ ആഡ് ചെയ്ത ആ പിക്ക് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആ പിക്ചർ എൻ്റെ കവർ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്. അതിനായിട്ട് അപ്ലോഡ് കവർ ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഫോട്ടോസാണ് വരിക. ഒന്ന് നേരത്തെ അപ്ലോഡ് ചെയ്ത ലോഗോയും രണ്ടാമതായി ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ഈ പിക്കുമാണ് വരിക. അതിൽ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്ത പിക്ക് സെലക്ട് ചെയ്യുന്നു. ആ പിക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഡ്രാഗ് ചെയ്ത് സൂം ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സേവ് ചേഞ്ചസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. ഇതിലേക്ക് വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപ്ഷനും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടെക്നോ ടച്ച് ഇൻട്രോ എന്നാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ ഇൻട്രോ വീഡിയോ ആണിത്. അതുപോലെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിപ്പോൾ നിലവിൽ പുതിയൊരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇതിൽ ഫ്രണ്ട്സിനെയും മറ്റ് പോസ്റ്റുകളൊന്നും കാണാത്തത്. ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ മറ്റുള്ളവർ ഇടുന്ന പോസ്റ്റൊക്കെ നിങ്ങൾക്ക് ഈ ഹോം പേജിൽ കാണാവുന്നതാണ്. ന്യൂസ് ഫീഡ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർ ഇടുന്ന പോസ്റ്റുകളൊക്കെ ഇതിലേക്ക് വരുന്നതായിരിക്കും. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് അവരിടുന്ന പോസ്റ്റ് നിങ്ങൾക്കും കാണാൻ പറ്റും, നിങ്ങളിടുന്ന പോസ്റ്റ് അവർക്കും കാണാൻ പറ്റും. ശേഷം ഞാനിവിടെ സെർച്ചിൽ ടെക്നോ ടച്ച് മലയാളം എന്ന് അടിക്കുമ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ട് അവിടെ വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് പേർക്ക് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പോസ്റ്റുകൾ എനിക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ഞാനിടുന്ന പോസ്റ്റുകളും ഇവർക്കും കാണുവാൻ സാധിക്കും. ശേഷം ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ക്രിയേറ്റ് പേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 2 ഓപ്ഷൻസ് വരും. ഒന്ന് ബിസിനസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആണ് ഓപ്പണായി വരിക. ഞാനിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ പേജിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരിക. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബിസിനസ് ഓർ ബ്രാൻഡിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസാണ് വരിക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൽ വരുന്ന ഓപ്ഷൻസ്.
ഈ ബിസിനസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിന് നെയിം കൊടുക്കുവാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ ഞാൻ എൻ്റെ പേജിൻ്റെ പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടെക്നോ ടച്ച് മലയാളം എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. കാറ്റഗറിയുടെ അവിടെ ടെക്നോളജി എന്നോ നിങ്ങളുടെ ചാനൽ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ടൈറ്റിൽ അവിടെ കൊടുക്കുക. കുറച്ചൊക്കെ ടൈറ്റിൽസ് അവിടെ ഉണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം അഡ്രസ്സ് ആയാലും കൊടുത്താൽ മതി. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഈ പേജിന് ഒരു പ്രൊഫൈൽ പിക്കും അതുപോലെ ഒരു കവർ പിക്കും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രൊഫൈൽ പിക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്രൊഫൈൽ പിക്ക് നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെയാണ് ഇവിടെയും പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഗാലറിയിലേക്ക് പോവുകയും അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയും ചെയ്യും. അതിനുശേഷം ഇതിലേക്കൊരു കവർ പിക്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. കവർ പിക്ക് സെലക്ട് ചെയ്യുവാനും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കവർ പിക്കും സെലക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കവർ പിക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് വേണേൽ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേജും ക്രിയേറ്റ് ആയിട്ടുണ്ട്. പേജിൽ പ്രൊഫൈൽ പിക്കും അതുപോലെ കവർ പിക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് മാറ്റാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പേജിന് താഴെ നിങ്ങൾക്ക് കുറച്ച് ബട്ടൺസ് വെക്കാവുന്നതാണ്. കോൾ നൗ, അതുപോലെ മെസ്സേജ് നൗ, അതുപോലുള്ള ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് അത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ദിവസം കണ്ടുമുട്ടാം.